നമസ്കാരം, ഞാൻ ഡോക്ടർ റസ്മിയ ഷിബിൽ. ഇന്ന് മാർച്ച് 3, ലോക കേൾവി ദിനം. നമുക്ക് കേൾക്കാം, ആസ്വദിക്കാം എന്ന സന്ദേശവുമായി ലോകമെമ്പാടും കേൾവിയുടെ പ്രാധാന്യത്തെക്കുറിച്ച് അവബോധം സൃഷ്ടിക്കുകയാണ്. കേൾവി എന്നത് കേവലം ഒരു സെൻസറി ഓർഗൻ മാത്രമല്ല, അത് നമ്മളെ ഈ ലോകവുമായി കണക്ട് ചെയ്യുന്ന, ബന്ധിപ്പിക്കാൻ നമ്മളെ സഹായിക്കുന്ന ഒരു മീഡിയം കൂടെയാണ്. ഇന്നത്തെ കാലത്തെ അമിതമായുള്ള ശബ്ദ മലിനീകരണവും അതുപോലെ അമിതമായുള്ള ഹെഡ്ഫോൺ യൂസേജും കാരണം യുവാക്കളിൽ പോലും കേൾവിക്കുറവുകൾ അമിതമായി കാണപ്പെടുന്നു. ശരിയായ രീതിയിലുള്ള ഡയഗ്നോസിസും ട്രീറ്റ്മെന്റും ചെയ്തു കഴിഞ്ഞാൽ ഒരു പരിധിവരെയുള്ള കേൾവിക്കുറവുകൾ നമുക്ക് പരിഹരിക്കാൻ സാധിക്കും. ചെവിയിലെ തുടർച്ചയായുള്ള മുഴക്കം, അതുപോലെ കേൾവിക്കുറവ്, തുടരെ വരുന്ന ചെവിയിലെ വേദന, ഇതൊന്നും അവഗണിക്കാൻ പാടില്ല. ശരിയായ രീതിയിൽ ട്രീറ്റ്മെന്റ് ചെയ്തു കഴിഞ്ഞാൽ കംപ്ലീറ്റ് ആയിട്ട് നമുക്ക് നമ്മുടെ കേൾവി കംപ്ലീറ്റ് ആയിട്ട് നമുക്ക് റിവേഴ്സ് ചെയ്യാൻ പറ്റുന്നതാണ്. കൊച്ചുകുട്ടികളിലെ കേൾവിക്കുറവുകൾ വളരെ നേരത്തെ തന്നെ കണ്ടുപിടിച്ച് അത് പ്രോപ്പറായിട്ട് ട്രീറ്റ് ചെയ്തു കഴിഞ്ഞാൽ അത് അവരുടെ ലാംഗ്വേജ് ആൻഡ് ഡെവലപ്മെന്റിന് ഒരുപാട് ഹെൽപ്പ് ചെയ്യുന്ന കാര്യമാണ്. അതുകൊണ്ട് കുഞ്ഞുങ്ങളിലെ കേൾവിക്കുറവുകൾ കണ്ടുപിടിക്കുന്നത് വളരെ അത്യാവശ്യമായിട്ടുള്ള ഒരു കാര്യം തന്നെയാണ്. ചെവികൾ നമ്മുടെ ജാലകങ്ങളാണ്. ആ ജാലകങ്ങൾ അടയാതെ സൂക്ഷിക്കേണ്ടത് നമ്മളുടെ ഓരോരുത്തരുടെയും കടമയാണ്. ഈ കേൾവി ദിനത്തിൽ നമ്മുടെ കേൾവിയെ പരിപാലിക്കുമെന്നും മറ്റുള്ളവരിലേക്ക് ഈ അറിവ് എത്തിക്കുമെന്നും നമുക്ക് ഉറച്ചു തീരുമാനിക്കാം. ഹാപ്പി ഹിയറിംഗ് ഡേ. Thank you.